സ്ഥാപനം പൂട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രാവിലെ നമ്മൾ കൊടുത്ത വാർത്തയിലുള്ളതുപോലെ തന്നെ ഓരോ വാക്കും വാർത്തയിലുള്ള ഓരോ വാക്കിനെയും സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ആ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും കേൾക്കുന്നത്. അതായത് അതിനു മുൻപും ഇവർക്കെതിരെ കേസുണ്ടായിരുന്നു, പലതരത്തിൽ പീഡന കേസുകളും അതേപോലെ തൊഴിലിടത്തെ പീഡനവും അങ്ങനെ സ്ത്രീകളെ പീഡിപ്പിച്ച കേസുകളും അങ്ങനെ പലതരത്തിലുള്ള കേസുകളും ഇത്തരത്തിൽ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയും പോലീസ് ഇവർക്ക് കാവലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവർക്ക് ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. കൊച്ചിയിലെ മാർക്കറ്റിംഗ് കമ്പനിയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കൊടിയ ചൂഷണത്തിനും ക്രൂരമായ പീഡനങ്ങൾക്കും യുവാക്കളെ ഇരയാക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ആ കമ്പനികൾ പൂട്ടിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചെയർമാൻ ജോയ് ജോസഫിന്റെ കസേരയും വലിച്ചിഴച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വരവാണ് നമ്മൾ ഈ കാണുന്നത്. ഷീന മാറ്റി നഗരം കൊച്ചിയിലെ ഷീന മാറ്റാണ് ഈ വാർത്ത ആദ്യമായി കേരളത്തെ അറിയിച്ചത്. ആദ്യമായി ഈ ക്രൂരമായ പീഡന മുറകൾ എത്ര പ്രാകൃതമായ രീതിയിലാണ് ഉദ്യോഗാർത്ഥികളെ ഇവർ കൈകാര്യം ചെയ്തത് എന്നുള്ള അതിക്രൂരതയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട് ആ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ സ്ഥാപനത്തിലെ ജനറൽ മാനേജർ അടക്കമുള്ള ഇപ്പൊ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടത് ജനറൽ മാനേജർമാരാണ്. ഈ കുട്ടികളെയൊക്കെ ഈ നായകളെ പോലെ ബെൽറ്റിട്ട് നിലം നക്കിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ അവരായിരുന്നു. ഇവരുടെ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? സേതുലക്ഷ്മി, ഇവരുടെ പ്രതികരണങ്ങളൊന്നും തന്നെ ലഭിക്കില്ല എന്നുള്ളതാണ്. രാവിലെ ഈ വാർത്ത വന്ന ആ സമയം മുതൽ ഇവരുടെ എല്ലാം ഈ കൊച്ചിയിലുള്ള എല്ലാ സോണൽ മാനേജറുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവരെ ഒരു തരത്തിലും അവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ജോയ് ജോസഫിന്റെ ചെയർ താഴേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. സേതുലക്ഷ്മി, ആ വാർത്തയെ തുടർന്നാണ്, അതായത് ഈ വാർത്ത കണ്ടപ്പോഴാണ് അവർക്ക് ഇതിന്റെ ഭീകരത മനസ്സിലായതെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇത് ഇടയാക്കിയിരിക്കുകയാണ് സേതുലക്ഷ്മി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ ന്യൂസ് മലയാളം ബ്രേക്ക് ചെയ്ത വാർത്ത. ഉദ്യോഗാർത്ഥികൾ അതിക്രൂരമായ തൊഴിൽ പീഡനത്തിന് ഇരയാകുന്നു എന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ന്യൂസ് മലയാളം. ഈ കമ്പനികൾ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ചെയർമാൻ ജോയ് ജോസഫിന്റെ കസേര പുറത്തിറക്കി. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട് തത്സമയ ദൃശ്യങ്ങളിൽ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. നിയമ സംവിധാനങ്ങളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട്, നിയമ സംവിധാനങ്ങളെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം. ജോയ് ജോസഫിന്റെ പെരുമാറ്റം ഉദ്യോഗാർത്ഥികളെ വീണ്ടും നിരന്തരം അതിക്രൂരമായ പീഡന മുറകൾക്ക് ഇരയാക്കിക്കൊണ്ടിരുന്നതും നിയമ സംവിധാനങ്ങളെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. തനിക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്, തന്നെ തൊടാൻ ഒരാളും തയ്യാറാകില്ല. അങ്ങനെ ആരെങ്കിലും തൊട്ടാൽ അവരുടെ കുടുംബത്തെ നശിപ്പിക്കുക, അവരുടെ കുടുംബത്തിലേക്ക് ഗുണ്ടകളെ അയക്കുക, അവരുടെ വാട്സാപ്പിലേക്ക് തോക്കിന്റെയും മറ്റും ചിത്രങ്ങൾ അയച്ചു കൊടുത്ത് ഈ ഉദ്യോഗാർത്ഥികളെ പീഡിപ്പിക്കുകയായിരുന്നു. ഇത്രയും കാലം ഈ ജോയ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി, അയാളെ ഇപ്പോൾ കാണാനില്ല, ഒളിവിലാണെന്ന് മനസ്സിലാക്കുന്നു. ഷീന മാർട്ടിൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഷീന, ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെയുണ്ട്. ഇപ്പോൾ ഈ കമ്പനിയിലേക്ക്, ഈ ഓഫീസിന്റെ റൂമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഉദ്യോഗാർത്ഥികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ?
സേതുലക്ഷ്മി, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ രാവിലെ 8 മണിക്ക് ഇവർ ഈ കുട്ടികളെ ഇവിടെ നിന്ന് ഇറക്കി വിടും. അതായത് ഇവിടെയുള്ള ഈ 2 നിലകളിലായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഈ കുട്ടികളെ ഇവർ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടും. ഇവിടെ നമുക്ക് ഉദ്യോഗാർത്ഥികളെ കാണണമെങ്കിൽ വൈകിട്ട് 7:45 കൂടിയാണ് ഈ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ തിരികെ എത്തുക. പക്ഷേ ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കാനിടയായ സാഹചര്യം, ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾ, അതായത് ഈ സ്ഥാപനം പൂർണ്ണമായും പൂട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇതിന്റെ ഹെഡ് ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് താലൂക്ക് അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ടോ ആ ബ്രാഞ്ചുകളൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ കണ്ടുപിടിക്കും. അതിനുശേഷം അവിടെയെല്ലാം പ്രതിഷേധം നടത്തും എന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളിവിടെ വന്ന സമയത്ത് നമുക്കിവിടെ ഇത്തരത്തിൽ ട്രെയിനി ആയിട്ടുള്ള ഒരു കുട്ടിയെയും നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി തിരിച്ചു വരുമ്പോൾ, ഈ കുട്ടികൾ തിരിച്ചു വരുമ്പോഴാണ് ഈ സ്ഥാപനം ഇതേപോലെ പൂട്ടിയെന്നും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും കുട്ടികൾ തിരിച്ചറിയാൻ പോകുന്നത്. അതല്ല, അതിനു മുൻ ഈ കുട്ടികളെയൊക്കെ ഇവിടെ നിന്നും വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് മാറ്റുമോ, ഇവരെ കോൺടാക്ട് ചെയ്ത് മറ്റേതെങ്കിലും രീതിയിലേക്ക് ഇവരെ മാറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അറിയേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങളും പുറകെ വരുന്നതായിരിക്കും. സേതുലക്ഷ്മി, ഈ പോലീസ് തന്നെ തൊടില്ല, തന്നെ തൊടാൻ ഒരാളും വരില്ല, തനിക്ക് അത്രമേൽ സ്വാധീനമുണ്ട്, താൻ കോടികളുടെ പരസ്യം കൊടുക്കുന്നു എന്നൊക്കെയാണ് ജോയ് ജോസഫ് പറഞ്ഞത്. ഇപ്പോൾ ഈ പ്രതിഷേധം അതിശക്തമായ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് നടപടി പ്രതീക്ഷിക്കാമോ? യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമായതോടുകൂടി മാധ്യമങ്ങൾ ഇവിടേക്ക് എത്തിയതോടുകൂടി പോലീസ് യൂണിഫോം ഇട്ട ഒരാളെയും ഈ ഭാഗത്ത് എവിടെയും കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത്രയും നേരം യൂത്ത് കോൺഗ്രസിനെ ഇതിനകത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ, യൂത്ത് കോൺഗ്രസിന് ഒരു തരത്തിലും പ്രൊട്ടസ്റ്റ് നടത്താൻ അനുവദിക്കാതെ പോലീസിന്റെ സംരക്ഷണം ഇവിടെ ഉണ്ടായിരുന്നു. പല തവണ യൂത്ത് കോൺഗ്രസുകാർ നമ്മളെ ബന്ധപ്പെടുമ്പോഴൊക്കെയും അവരെ അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല. അവരെ ഒരു തരത്തിലും ഇതിനകത്തേക്ക് കയറ്റില്ല എന്നുള്ള വാശിയിലാണ് ഇവിടെ നിന്നും പോകാനാണ് പോലീസ് ഇവരോട് പറഞ്ഞത്. പിന്നീട് മാധ്യമങ്ങൾ കൂടി വന്നപ്പോഴാണ് പോലീസ് ഇവിടെ നിന്നും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധവുമായി നിലയുറപ്പിക്കുകയും ചെയ്തത്.